ഉയിർപ്പ് കാലം ഒന്നാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. യേശുവിന്റെ ഉയിർപ്പ്. ശനിയാഴ്ച വൈകുന്നേരത്തോടെ സാബത്ത് കഴിഞ്ഞെങ്കിലും സുഗന്ധദ്രവ്യങ്ങൾ വാങ്ങി തിരിച്ചെത്തിയപ്പോൾ സമയം ഏറെ ഇരുട്ടിക്കാണണം. അതിരാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ തന്നെ മറിയം എന്നു പേരുള്ള 2 പേരും സലോമി എന്നു പേരുള്ള ഒരുവളും യേശുവിന്റെ ശരീരത്തിൽ സുഗന്ധതൈലം പൂശുവാനായി കല്ലറയിലേക്ക് പോയി. തിരക്കിനിടയിൽ വലിയ കല്ലുകൊണ്ട് കവാടം മൂടിയിരിക്കുകയാണെന്ന കാര്യം പോലും അവർ മറന്നു. മല്ലന്മാരായ 2-3 പേരെങ്കിലും ഇല്ലാതെ ആ വലിയ കല്ലുകൾ ഉരുട്ടി മാറ്റുവാൻ സാധ്യമല്ലായിരുന്നു. എന്നാൽ അവർ ചെന്നപ്പോൾ യേശു അതിനകം ഉയിർത്തെഴുന്നേറ്റു കഴിഞ്ഞിരുന്നു. അവൻ ഉയിർത്തെഴുന്നേൽക്കുമെന്ന പ്രവാചക വചനങ്ങളും അവന്റെ തന്നെ വാക്കുകളും അവർ അംഗീകരിച്ചിരുന്നില്ല എന്ന് അവരുടെ ഈ പ്രവൃത്തിയിൽ നിന്ന് വ്യക്തമാണല്ലോ. യേശുവിനോട് അവർക്ക് ഏറെ സ്നേഹമുണ്ടായിരുന്നു, പക്ഷേ വിശ്വാസമുണ്ടായിരുന്നില്ല. നമ്മുടെ കാര്യമോ? അവൻ ഉയിർത്തെഴുന്നേറ്റു എന്ന് നാമും വിശ്വസിക്കുന്നു, പക്ഷേ യേശുവിലേക്ക് ചെന്നെത്താൻ തടസ്സമായി നമ്മുടെ ഹൃദയത്തിൽ ഉരുട്ടി വച്ചിരിക്കുന്ന ഭാരമുള്ള കല്ലുകൾ എടുത്തു മാറ്റുവാൻ തക്ക ദൃഢത അതിനില്ല. എങ്കിൽ മാത്രമേ ഉയിർത്തെഴുന്നേറ്റ് യേശുവിനെ കാണാനും അനുഭവിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ.